നമസ്കാരം. കോൺഗ്രസ് കേരള ഘടകത്തിനെതിരെ ആഞ്ഞടിച്ച ബോളിവുഡ് നടി പ്രീതി സിൻഡ ബി.ജെ.പി. സർക്കാർ ന്യൂ ഇന്ത്യ കോർപ്പറേറ്റീവ് ബാങ്കിലെ താരത്തിന്റെ 18 കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളാൻ സഹായിച്ചെന്ന കോൺഗ്രസ് ആരോപണത്തിന് പിന്നാലെയാണ് കടുത്ത ഭാഷയിൽ നടി ഇതിനെതിരെ മറുപടി നൽകിയത്. എക്സ്പോസ്റ്റിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം. വ്യാജ വാർത്ത പ്രചരിപ്പിക്കുവാൻ നാണമില്ലേ എന്നും താരം ചോദിച്ചിരുന്നു. ഇല്ല, ഞാൻ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സ്വയം കൈകാര്യം ചെയ്യാറാണ്. വ്യാജ വാർത്തകൾ പ്രൊമോട്ട് ചെയ്തതിന് എനിക്ക് നിങ്ങളോട് ലജ്ജ തോന്നുന്നു. എനിക്കായി ആരും വായ്പ എഴുതി തള്ളിയിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയോ എന്റെ പേരും ചിത്രങ്ങളും ഉപയോഗിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും നികൃഷ്ടമായ ഗോസിപ്പുകളിലും ക്ലിക്ക് ബൈറ്റുകളിലും ഏർപ്പെടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, പ്രീതി സിൻഡ എക്സിൽ കുറിച്ചു. താനൊരു ലോൺ എടുത്തിരുന്നുവെന്നും അത് തിരിച്ചടച്ചതായും താരം വ്യക്തമാക്കി. ഒരു ലോൺ എടുത്ത് അത് പൂർണ്ണമായി തിരിച്ചടച്ചു, അതും 10 വർഷങ്ങൾക്ക് മുമ്പ്. ഇത് വ്യക്തമാക്കുകയും ഭാവിയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കുവാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പ്രീതി സിൻഡ പ്രതികരിച്ചത്. കൂടാതെ മാധ്യമ പ്രവർത്തകയും മണി ലൈഫിന്റെ സ്ഥാപകരിൽ ഒരാളായ സുജേത ദലാലിനെയും പ്രീതി സിൻഡ വിമർശിച്ചിരുന്നു. വായ്പ എഴുതിത്തള്ളൽ സംബന്ധിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തവരിൽ ഒരാളായിരുന്നു ദലാൽ. സ്വയം വലിയ ആളാവാൻ ശ്രമിക്കുകയാണ് സുജേത ദലാൽ എന്നായിരുന്നു പ്രീതി സിൻഡയുടെ ആരോപണം. അതിനിടെ നടിയുടെ പ്രസ്താവനയുടെ ലിങ്ക് സഹിതം അത് വ്യാജമാണെന്ന് പ്രീതി സിൻഡ തന്റെ ട്വിറ്റർ ഹാൻഡിൽ നിന്നും വ്യക്തമാക്കി എന്ന കമ്മ്യൂണിറ്റി കുറിപ്പും കേരള കോൺഗ്രസിന്റെ പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. പ്രീതിയുടെ മറുപടിക്ക് പിന്നാലെ വിശദീകരണത്തിന് നന്ദി അറിയിച്ച് കോൺഗ്രസ്. ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുവാൻ പാർട്ടി തയ്യാറാണെന്നും വ്യക്തമാക്കി. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച വിവാദം പോസ്റ്റ് കോൺഗ്രസിന്റെ കേരള ഘടകം ഔദ്യോഗിക പേജിലൂടെ ഷെയർ ചെയ്തത്. പ്രീതി സിൻഡ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബി.ജെ.പിക്ക് നൽകുകയും പകരമായി ന്യൂ ഇന്ത്യ കോർപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും 18 കോടിയുടെ ലോൺ എഴുതി തള്ളിയെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു. നിക്ഷേപകർ അവരുടെ പണത്തിനായി തെരുവിൽ അലയുകയാണെന്നും പോസ്റ്റിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂ ഇന്ത്യ കോർപ്പറേറ്റീവ് ബാങ്കിന് മേൽ റിസർവ് ബാങ്ക് അടുത്തിടെ ഏർപ്പെടുത്തിയ പിൻവലിക്കൽ നിയന്ത്രണങ്ങളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് കേരള ഘടകത്തിന്റെ ആക്ഷേപം. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.